അസ്സലാമലൈക്കും. അള്ളാഹുവിൻ്റെ 99 പേരുകൾ അസ്മാഉൽ ഹുസ്ന, അതിൽ 3 പേരുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആ അത്ഭുതകരമായ 3 ഇസ്മുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെ പറയണം, എപ്പോൾ പറയണം, എത്ര പ്രാവശ്യം പറയണം എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് രോഗം കൊണ്ട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ഇടയിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ ഭാര്യന്റെ സ്വഭാവം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അല്ലെങ്കിൽ ഭർത്താവിന്റെ ദുഷിച്ച സ്വഭാവം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ഇങ്ങനെയൊക്കെ ഓരോ ആളുകൾക്കും അവരുടേതായ ഓരോ പ്രയാസങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ മാറാൻ നമുക്ക് ഒരു അത്ഭുതകരമായ അള്ളാഹുവിൻ്റെ ഒരുപാട് നേട്ടമുള്ള ഒരുപാട് മഹത്വമായ ഒരു 3 ഇസ്മാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് പഠിക്കുക, ഇത് മനസ്സിലാക്കുക, എന്നിട്ട് ജീവിതത്തിൽ ഇത് പകർത്തുക. ഈ ഒറ്റ കാര്യം മതി നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അപ്പോൾ ആ ഇസ്മുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പണമൊന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും, ഇനി ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് അൽഹംദുലില്ലാ എന്നെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ അത്ഭുതകരമായ ആ 3 ഇസ്മുകൾ എന്ന് നോക്കാം. നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് ചൊല്ലുന്ന അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന 99 പേരുകൾ. ആ അസ്മാഉൽ ഹുസ്നയുടെ ശ്രേഷ്ഠതകളും അതിൻ്റെ ആ ഒരു മഹത്വം ഒക്കെ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ആ 99 പേരുകളിൽ നിന്ന് 3 പേരുകൾ തിരഞ്ഞെടുത്ത് ആ ഇസ്മുകൾ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്തൊക്കെയാണ്, അതുപോലെ ആ ഇസ്മുകൾ എത്ര പ്രാവശ്യം ചെല്ലണം, ഏത് സമയത്ത് ചെല്ലണം. എല്ലാവരും പറയാറുണ്ട് ചില കാര്യങ്ങൾ, ആ കാര്യങ്ങളൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത്. അതുപോലെ നമ്മുടെയൊക്കെ മനസ്സിനുള്ളിൽ പല ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷെ അത് നമ്മൾ ആരോടും പറയില്ല, നമ്മൾ പുറത്തു പോലും പറയില്ല. കാരണം നമുക്കറിയാം അത് നടക്കില്ല എന്നുള്ളത്. അതുപോലെ ചില ആഗ്രഹങ്ങൾ ഉണ്ടാവും. നമുക്ക് വീട് വേണം, കാറ് വേണം, നല്ല ജോലി വേണം, നല്ല സ്വാലിഹായ നല്ല മക്കൾ വേണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഈ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ ആജിതകളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഒരു ഇസ്മ ഞാനിന്ന് പറഞ്ഞുതരാം. അള്ളാഹുവിൻ്റെ 99 പേരുകളിൽ ആ ഒരു പേര് നമ്മൾ സ്ഥിരമായിട്ട് മുറുകെ പിടിക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഒരിക്കലും നടക്കില്ല എന്ന് നമ്മൾക്ക് തോന്നുന്ന ആഗ്രഹങ്ങളാണെങ്കിൽ പോലും അത് പടച്ച റബ്ബ് നടത്തി തരും. ഈ ഒരു ഇസ്മ ദിവസവും നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം കിബിലേക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ട് 501 പ്രാവശ്യം 7 ദിവസം തുടർച്ചയായി നമ്മൾ ചൊല്ലണം. ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് ഒരിക്കലും നമ്മൾ നടക്കില്ല എന്ന് വിചാരിച്ച ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. ആ ആഗ്രഹങ്ങളൊക്കെ പടച്ച റബ്ബ് അത് ഹൈറാണെങ്കിൽ തീർച്ചയായിട്ടും റബ്ബ് അത് നടത്തി തരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം കിബിലേക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ട് തസ്ബീഹ് മാല പിടിച്ചോ അല്ലെങ്കിൽ കൗണ്ടർ ഞെക്കി പിടിച്ചോ എങ്ങനെയാവട്ടെ ആ ഒരു 501 പ്രാവശ്യം ഈ ഒരു ഇസ്മ നിങ്ങൾ തുടർച്ചയായി 7 ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച ആ ഒരു കാര്യം, ഏത് കാര്യമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്, ആ ഒരു കാര്യം റബ്ബ് നടത്തി തരും. ഏതാണ് ആ ഇസ്മ? യാ അർഹമർ റാഹിമീൻ എന്നുള്ള ഈ ഒരു ഇസ്മ അധിക നേരം ഒന്നും വേണ്ട നമുക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്, കുറച്ച് സമയം കൊണ്ട് നമുക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് സാധിക്കും. യാ അർഹമർ റാഹിമീൻ, റഹ്മാൻ റഹീം എന്നിങ്ങനെ ഈ 2 ഇസ്മ ചേർത്തിട്ടാണ് നമ്മൾ യാ അർഹമർ റാഹിമീൻ എന്ന് പറയുന്നത്. കരുണയുള്ള റബ്ബേ, ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്ന, നാളെ പരലോകത്ത് നിന്നെ വഴിപ്പെട്ടവർക്ക് മാത്രം ഗുണം ചെയ്യുന്ന അല്ലാ എന്ന് അർത്ഥമുള്ള ഈ 2 ഇസ്മുകളും ചേർത്ത് യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഏത് ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റി തരും ഇൻഷാ അല്ലാഹ്. ഇത് ജീവിതത്തിൽ മുറുകെ പിടിക്കുക. പ്രത്യേകിച്ച് ഗൾഫിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളവർ, ജോലി ശരിയാൻ വേണ്ടിയിട്ടുള്ളവർ, ഗൾഫിൽ പോയിട്ട് ജോലി ശരിയാവാതെ നിൽക്കുന്നവർ, അതുപോലെ തന്നെ ഗൾഫിൽ പെട്ട് ഈ നാട്ടിലേക്ക് വരാൻ സാധിക്കാത്തവർ, ഇവരൊക്കെ ഈ ഒരു ഇസ്മ മുറുകെ പിടിക്കുക. ഇനി രണ്ടാമത്തെ ഇസ്മ ഏതാണെന്ന് നമുക്ക് നോക്കാം. കുന്നോളം കടങ്ങളുണ്ട്. മകളെ കല്യാണം കഴിപ്പിച്ച് വിട്ട കടങ്ങളുണ്ട്, അല്ലെങ്കിൽ വീട് വെച്ച കടങ്ങളുണ്ട്, അങ്ങനെ പല രീതിയിൽ കടങ്ങളുണ്ട്. അല്ലെങ്കിൽ കടം കൊടുത്ത ആൾ തിരിച്ചു തരാനില്ല, അതുകൊണ്ട് ഒരുപാട് പ്രയാസമാണ്. അതുപോലെ തന്നെ ഹെൽത്ത് ഭയങ്കര വീക്കാണ്, ഒരുപാട് രോഗങ്ങളുണ്ട്, രോഗം കൊണ്ട് ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് എന്നിങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങളില്ലവർക്ക് ആശ്വാസമേകുന്ന ഒരു ഇസ്മാണ് ഈ ഒരു ഇസ്മ മുറുകെ പിടിക്കുക.
ഒരുപാട് പ്രയാസങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ട്. നമ്മൾ എല്ലാവരുടെയും പ്രയാസം എത്രത്തോളം പ്രയാസകരമാണെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മൾ മറ്റൊരാളോട് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്കത് വലിയ പ്രയാസമായി തോന്നില്ല. കാരണം ഏതൊരു പ്രയാസം അത് നമ്മൾ അനുഭവിച്ചാൽ മാത്രമേ നമുക്കത് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പം അങ്ങനെ ഒരുപാട് പ്രയാസമുള്ളവർ 7 ദിവസം 100 പ്രാവശ്യം മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം അള്ളാഹുവിൻ്റെ ഈ ഒരു ഇസ്മ പറഞ്ഞു കഴിഞ്ഞാൽ മഹാനായ യൂസുഫ് നബഹാനി തങ്ങൾ അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഗ്‌രിബിന് ശേഷം ഇശാ മഗ്‌രിബിനിടയിൽ 100 പ്രാവശ്യം ഈ ഒരു ഇസ്മ പറഞ്ഞ് നല്ല രീതിയിൽ ദുആ ചെയ്യണം. പടച്ച റബ്ബേ, ഒരുപാട് കടങ്ങളുണ്ട്, കടങ്ങൾ മാറാനും ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ അത് പറഞ്ഞ് നമ്മുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. ഈ ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് എൻ്റെ കടങ്ങൾ നീ മാറ്റിത്തരണം, എൻ്റെ പ്രയാസങ്ങൾ നീ മാറ്റിത്തരണം എന്ന് പറഞ്ഞ് പടച്ച റബ്ബിനോട് ദുആ ചെയ്യണം. അസ്മാഉൽ ഹുസ്നയിലെ 13ാമത്തെ പേരാകുന്ന യാ ബാരിഉ യാ അല്ലാ എന്ന ഈ ഇസ്മ ശമനം നൽകുന്നവനെ, കടങ്ങൾ മാറ്റുന്നവനെ, രോഗങ്ങൾ ശിഫയാക്കുന്നവനെ എന്നാണ് ഈ ഇസ്മിന്റെ അർത്ഥം. അപ്പോൾ ഇശാ മഗ്‌രിബിനിടയിൽ 100 പ്രാവശ്യം ഈ ഒരു ഇസ്മ ചൊല്ലിയിട്ട് നല്ല രീതിയിൽ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരും എന്ന് മഹത്തുക്കളായ ഉലമാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി 3ാമതായി നമ്മൾ പഠിക്കാൻ പോകുന്ന ഇസ്മ 49ാമത്തെ അള്ളാഹുവിൻ്റെ നാമമായ ഈ ഒരു ഇസ്മ മോശ സ്വഭാവമുള്ള ഭാര്യ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ മോശ സ്വഭാവമുള്ള ഭർത്താവോ മക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്താ പറയുക, തെറ്റുകൾ ഇങ്ങനെ ചെയ്യാനാണ് മനസ്സ് തോന്നിക്കുന്നത്, ഓരോ ഹറാമായ കാര്യങ്ങളിലും എപ്പോഴും ഏർപ്പെട്ടുകൊണ്ടിരിക്കുക, ഒരിക്കലും നന്മ ചെയ്യാൻ മനസ്സ് തോന്നാതിരിക്കുക, ശൈത്താൻ്റെ ഉപദ്രവം ഉള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ അസുഖങ്ങൾ, ചൊറിച്ചിൽ, വെള്ളപ്പാണ്ട് പോലത്തെ ഒരുപാട് പ്രയാസങ്ങൾ ഉള്ള ആളുകളുണ്ട്. അതുപോലെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇസ്മ അതിനുള്ളതാണ്. അതുപോലെ തന്നെ മക്കളെ സ്വഭാവം കൊണ്ട്, ഭർത്താവിൻ്റെ സ്വഭാവം കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പടച്ച റബ്ബ് എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. നമ്മളൊക്കെ മക്കൾ സ്വാലിഹായ നല്ല മക്കളാക്കി മാറ്റട്ടെ. അതുപോലെ തന്നെ ഒരുപാട് പല രോഗങ്ങളുള്ളവരുണ്ട്. പടച്ച റബ്ബ് എല്ലാവരുടെയും രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കട്ടെ. അപ്പോൾ ഏതാണ് ആ ഇസ്മ? അള്ളാഹുവിൻ്റെ 49ാമത്തെ നാമമാകുന്ന യാ മജീദ് യാ അല്ലാ എന്നുള്ള ഈ ഒരു ഇസ്മ ദിവസവും 101 പ്രാവശ്യം, സമയം ഏതുമാകട്ടെ നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് ഒരു ദിവസം എല്ലാ ദിവസവും 101 പ്രാവശ്യം ഈ ഒരു ഇസ്മ ചൊല്ലുക. നന്മകൾ ചെയ്യാൻ നമുക്ക് തോന്നും. അതുപോലെ തന്നെ പിശാചിൻ്റെ ഉപദ്രവങ്ങളെ തൊട്ട് പടച്ച റബ്ബ് നമ്മളെ കാക്കും, രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കും. എല്ലാ രോഗം പടച്ച റബ്ബ് ശിഫയാക്കി തരും. മോശപ്പെട്ട സ്വഭാവമുള്ളവരുണ്ടെങ്കിൽ ആ സ്വഭാവം പടച്ച റബ്ബ് നന്നാക്കി തരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 3 ഇസ്മ പഠിച്ചു. അത് എപ്പോൾ ചെല്ലണം, എത്ര ചെല്ലണം, എങ്ങനെ ചെല്ലണം എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു 3 ഇസ്മ മാത്രമല്ല, അള്ളാഹുവിൻ്റെ എല്ലാ പേരുകളും ഒരുപാട് ശ്രേഷ്ഠതയും ഒരുപാട് മഹത്വവും ഉള്ള പേരുകളാണ്. നമ്മൾ അതൊക്കെ എല്ലാ പേരുകളും 99 പേരുകളും ഒരു ദിവസം അസ്മാഉൽ ഹുസ്ന നമ്മൾ സ്ഥിരമാക്കണം. എന്നിട്ട് നമ്മൾ ദുആ ചെയ്ത പടച്ച റബ്ബ് ആ ഒരു ദുആ സ്വീകരിക്കും എന്നുള്ളതാണ്. മനപ്പാടമുള്ളവർ തീർച്ചയായിട്ടും ദിവസവും ചൊല്ലുക. അതുപോലെ മനപ്പാടമില്ലാത്തവർ മനപ്പാടമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഈ ഒരു നാമത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ. ഒരുപാട് ആളുകൾ കമൻറ്റിൽ വന്ന് ഓരോ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ പറയാറുണ്ട്. ജോലി ശരിയാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മക്കളെ സ്വഭാവം നന്നാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രോഗം ശിഫയാവാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പടച്ച റബ്ബ് എല്ലാ പ്രയാസങ്ങളും എല്ലാവരുടെ ദുആവും പടച്ച റബ്ബ് സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു സപ്പോർട്ട് ഇനി എന്നും വേണം ഇൻഷാ അല്ലാഹ്. ഇനിയും ഒരുപാട് നല്ല വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാനും ജസ്റ്റ് അൽഹംദുലില്ലാ എന്തെങ്കിലും ഒന്ന് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.